വേണ്ട, അത് വേണ്ട. എനിക്കടോ എന്തോന്നാണിത്? ഒന്നും നടന്നില്ലടോ. ഇല്ലേ? ഇല്ല, നടന്നില്ല. അപ്പോ അനന്തകൃഷ്ണപിള്ളയെ കൊന്നില്ല, അവൻ കുത്തിയതുമില്ല. മണി 1 ഇവിടെ ആണെങ്കിൽ ഒരു തീരുമാനവും ആയിട്ടില്ല. നാട്ടുകാരൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. അനന്തകൃഷ്ണപിള്ള വരുമ്പോ അയാളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇനി 1.5 മണിക്കൂറോടെ ബാക്കി. ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞാ ആൾക്കാര് വളയും. ഓ, ജീവിച്ചിരിക്കുന്ന ആളുടെ പേരും പറഞ്ഞ്. എനിക്കൊരു സംശയം. എന്റെ സംശയം എല്ലാവരോടും കൂടിയായിട്ടാണ്. ഞങ്ങൾക്കൊരു സംശയമില്ല. വേണുഗോപാല, നീ ഇത് നോക്ക്. ഇയാൾക്ക് ഞാൻ എന്റെ 1.5 കയ്യും വെച്ചൊരു താങ്ങ് താങ്ങിയാണ്ടല്ലോ. ഇയാളുടെ ഒരു സംശയം. നീ അല്ലെങ്കിലും വിവരമില്ലാത്തവനാ. വൈദ്യരെ, ഞാൻ എന്റെ സംശയം ഒന്ന് കേൾക്കാം. പറഞ്ഞു തുറക്കടോ. അനന്തകൃഷ്ണപിള്ള സാർ തീവണ്ടി അപകടത്തിൽ മരിക്കുന്നത് എത്രാം തീയതിയാ? എന്റെ വേണുഗോപാല, ഇതിനൊന്ന് കൊന്നുകളാ. അല്ല പിന്നെ എന്താ വൈദ്യരെ ഇത്? എന്താ പറയാ, രാമായണം മുഴുവൻ വായിച്ചിട്ട് അവസാനം രാവണൻ അത്ര തലയുണ്ടെന്ന്. ഓ, നീ ഞാൻ പറയുന്നത് കേൾക്ക്. ആഗസ്റ്റ് 15-ാം തീയതിയല്ലേ അങ്ങനെ മരിക്കുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, പിന്നെ എന്തിനാ ആവർത്തിക്കുന്നത്? ഓ, ഈ ആഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യം കിട്ടി. അതല്ല എന്റെ സംശയം. പിന്നെ അനന്തകൃഷ്ണപിള്ള സാർ ജീവിച്ചിരിക്കുന്നത് എപ്പോഴാ? എന്റെ വയ്യാത്ത കാലം ആരാ കുറിപ്പത്? എനിക്ക് മുമ്പ് പിരിഞ്ഞ് നോക്കാനില്ല. പിന്നെ ഓരോ മുട്ടിയിരിക്കും. സംശയം കേൾക്കണം. ഓരോ മുട്ടിയിരിക്കുമ്പോഴാണോ ഒടുക്കത്തെ സംശയം? എന്റെ സംശയം കേൾക്കണോ നിങ്ങൾ? ഉറപ്പദ്ദേഹം, നിങ്ങളെങ്കിലും എന്റെ സംശയം ഒന്ന് കേൾക്കുക. എന്റെ മെമ്പറെ, ഇപ്പോഴെങ്കിലും ഇത്യാദി സംശയങ്ങൾ എന്നോട് ചോദിക്കരുത്. ഇവിടെ എല്ലാവരും ചാവാൻ പോവുകയാണ്, കാര്യമറിയാതെ. നായ്ക്ക് രോമം കിളിർത്ത അമ്പട്ടൻ എന്താ ചെയ്തം? ഞാൻ പോവാ. പിന്നെ അവസാനമായിട്ടൊരു കാര്യം, ആരും ഇവിടെ ചൊറിയാത്തിടം മാന്തണ്ട. അനന്തകൃഷ്ണപിള്ള വരാൻ പോണില്ല, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. തലയ്ക്ക് സുഖമില്ലാത്തൊരു മനുഷ്യൻ. തലയ്ക്ക് സുഖമില്ലാത്തത് ഇയാളുടെ തന്തയ്ക്കാ. സുദർശന, നീ ഇത് നോക്ക്. ആഗസ്റ്റ് 12-ാം തീയതി അനന്തകൃഷ്ണപിള്ള ടെലഗ്രാം അടിച്ചിരിക്കുന്നു. 16-ാം തീയതി അദ്ദേഹം വീട്ടിലെത്തുമെന്നും പറഞ്ഞ്. അതിന് ഇന്ന് തീയതി 16 അല്ലേ? ശരി തന്നെ, പക്ഷെ ഏതു വർഷത്തെയാണോ ഈ ടെലഗ്രാം? 1993 ആഗസ്റ്റ് 12-ാം തീയതി. ഇതേതാ മാസം? 1994 ഫെബ്രുവരി. അപ്പൊ ആഗസ്റ്റ് 15-ാം തീയതി അദ്ദേഹം മരിച്ചു. ശരിയാണ്, 6 മാസങ്ങൾക്ക് ശേഷം ടെലിഗ്രാം എത്തപ്പെട്ടിരിക്കുന്നു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കൃത്യനിഷ്ഠത. നമ്മളൊക്കെ മുച്ചമ്മ സുഹൃതം ചെയ്തവരാ. അങ്ങനെ വല്ലത് സംഭവിച്ചിരുന്നേ. ആരടി തന്നോട് ഇവിടെ വരാൻ പറഞ്ഞേ? ബ്രോക്കർ വന്നിട്ട് പോയി. എന്നിട്ട് കല്യാണ തീയതി കുറിച്ച് തന്നോ? അതൊന്നും അല്ല, ജാതകം വീണ്ടും പരിശോധിച്ചു. ചെറുക്കന് ചൊവ്വാദോഷം ഇല്ലെന്ന്. അങ്ങനെ ഈ കല്യാണവും മുടങ്ങി. അതിനിത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? ചൊവ്വാദോഷം ചിലപ്പോഴൊക്കെ മംഗളകാര്യങ്ങൾക്ക് നല്ലതാ. കാഞ്ഞിരമറ്റം തിയേറ്റേഴ്സിന്റെ തിങ്കളും ചൊവ്വയും എന്ന നാടകം, നായകനും നായികയും ചൊവ്വാദോഷക്കാരൻ. ക്ലൈമാക്സിൽ നായകൻ നായികയുടെ കഴുത്തിൽ താലി ചാർത്തുന്നു. അതോടെ കട്ടൻ വീഴുകയാണ്. ഇവിടെ ഇപ്പൊ അങ്ങനെ കട്ടൻ വീഴാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കുഴപ്പത്ത് ഈ പെൺകുട്ടിയുടെ സുദർശന്റെയും കാര്യത്തില് നമുക്ക് ഉടനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. എന്നാലും എനിക്കൊരു സംശയം, സുദർശന്റെ വീട്ടുകാര് ഈ ബന്ധത്തിന് സമ്മതിക്കുമോ? ഇയാളോട് ചോദിച്ചില്ലല്ലോ മനുഷ്യ. സുദർശന, ഞങ്ങളുടെ പൂർണ്ണ സഹകരണം നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഉറപ്പദ്ദേഹം സഹായിക്കില്ലേ? എനിക്ക് വയ്യ, എന്റെ താഴെ കണ്ടത്തിന് ആൾക്കാർ വരണം. അതിനല്ലേ പണം. സുധർമ്മയ്ക്ക് എതിർപ്പൊന്നും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ
ചൊരിയും ചക്രവർത്തി കുമാര. അടിറാക്കമാകത്തോടു മുത്തു തരമോ കണ്ണാടി മൂക്കുത്തി മാണിക്യ സബബ് മച്ചാ. അതെവിടെ? ഏത്? ഓ, വേഗം പണം. അത് നന്റേലല്ലേ ഞാൻ തന്നെ. നീ അതെവിടെ വെച്ചേ? ഓ കുറുപ്പത്തെ, ഞാനത് ഇവിടെയല്ലേ വെച്ചത്. എനിക്കൊരു സംശയം. ഓ, ലവൻ എവിടെ? ഏത് ലവൻ? ശ്രീരാമന്റെ മകൻ ലവൻ അല്ലേ? ഓ, അതല്ലടോ സുദർശനൻ. അവൻ എവിടെ? എന്റെ കർത്താവ്. അവൻ കള്ളനാണ്. അവനെ പിടിക്കണം, വിടരുത്. വിടരുത്. പിടി. കള്ള കഴിവരും പിടിയാ. മരണക്കുറുപ്പദ്ദേഹം നമുക്ക് വിട്ടുകൂടാ. എനിക്ക് വയ്യ. ഈ കുറുപ്പദ്ദേഹത്തിന്റെ ഒരു കാര്യം നിൽക്കുന്നത് അവിടെ. അവനെ പിടിക്കാതെ പിടിക്കേ. കുറുപ്പേ, ഞാൻ വന്നിട്ട് അധിക നേരമായി. ഒരു പക്ഷേ കുറുപ്പെന്നെ കണ്ടു കാണില്ല. കുറുപ്പേ, എന്റെ ആത്മമിത്രമായിരുന്ന നിങ്ങളിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല. സ്നേഹിക്കാനും സേവിക്കാനും പഠിപ്പിച്ച എന്റെ പേരിൽ നടത്തുന്ന ഇത്തരം കുളരായ്മകൾ എന്റെ ആത്മാവ് പോലും പൊറുക്കുന്നതല്ല. നിങ്ങൾ ഓരോരുത്തരും നിരാശരായി മടങ്ങി വന്നൂല്ലേ? നാട്ടുകാരുടെ സംഭാവന സ്വാർത്ഥ താല്പര്യങ്ങൾക്കാവരുത്. പണത്തിന് വേണ്ടി നായ്ക്കളെ പോലെ കടിപിടി കൂട്ടുമ്പോൾ കൗശല ബുദ്ധിക്കാരനായ കുറുക്കനെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയാതെ പോയി. പണപ്പിരിവ് ജനനന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. അല്ലാതെ കൊടി പിടിച്ച് കൂത്താടാൻ, വഴിമുടക്കി ബന്ധാചരിക്കാൻ, സ്മാരകം പണിത് കോമരമുണ്ടാക്കാൻ സംഭാവന എന്ന ഭിക്ഷാടനം നിങ്ങൾ ഉപേക്ഷിക്കുക. ഉപയോഗിക്കുകയാണ്. ഈ നാടകത്തിൽ പങ്കെടുത്ത കഥാപാത്രങ്ങളും അവരുടെ പേരും: വേണുഗോപാലൻ, ശ്രീ CP സന്തോഷ് കുമാർ; വൈദ്യർ ശ്രീ രഘു ബാലകൃഷ്ണൻ; മെമ്പർ ജയപ്രകാശ് വാര്യർ; സുദർശനൻ ദീപക് R; സുധർമ്മ സപ്ന ശ്രീകുമാർ; നാടകരചന ശ്രീ വിളപ്പിൽ മധു. മധുചേട്ടൻ ദയവ് ചെയ്ത് സ്റ്റേജിലിട്ട് വരണം. നാടകരചന വിളപ്പിൽ മധു. സംഗീത നിയന്ത്രണം ശ്രീ രാജേഷ് CV. വെളിച്ച നിയന്ത്രണം മനു നായർ. ലൈറ്റ് ആൻഡ് സൗണ്ട് മെറിൻ സൗണ്ട് മെരുൾ. രംഗപടം ആർട്ടിസ്റ്റ് സുജാതൻ. ഈ നാടകം സംവിധാനം ചെയ്തത് രാമകൃഷ്ണൻ MV.
നാടകത്തിൽ നർത്തകിമാരായി നമ്മുടെ മുന്നിലെത്തിയത് കുമാരിമാർ അമൃത മനോഹരൻ, അഞ്ജന പ്രസാദ്, നന്ദന രാമകൃഷ്ണൻ. ഈ നാടകത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അനുമോദിക്കുന്നതോടൊപ്പം സമാജത്തിൻ്റെ ചെറിയ ഒരു ഉപഹാരം നൽകുന്നതിന് വേണ്ടി സമാജം പ്രസിഡന്റ് ശ്രീമതി സുമ വാര്യർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. വീട്ടിൽ പോകാം.